പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്ന്. അത് പിൻപറ്റുവാൻ എല്ലാവരെയും ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ പ്രഭാതത്തിൽ മോർച്ചിൽ നിന്ന് ഇവിടെയുള്ള ഒരു യാത്രയിൽ കർത്താവിനെ വ്യാപിച്ചനാണ്. യാത്രയിലുടനീളം നിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കി. അനുഗ്രഹീതമായ ഒരു യാത്രയിൽ ഇപ്പോൾ നൽകത്തക്കവണ്ണം കർത്താവെ ഞങ്ങളെല്ലാം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാടുള്ളവരെയൊക്കെ കൂട്ടി വരുത്തണമേ. ഉന്റെ കൃപയിൽ ഞങ്ങളെല്ലാം പരിപാലിക്കണമേ. ഉന്റെ ശുശ്രൂഷകളെല്ലാം ഭവനത്തിന് സമാധാനദായകം ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് നല്ല ഓർമ്മകളെ ഓർത്ത് നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെല്ലാം ഇടയാക്കുമാറാകണമേ. മാനമഹത്വം അവിടുത്തേക്ക് എല്ലാ കാര്യങ്ങളിലും കർത്താവിന്റെ മേൽനോട്ടം ഉണ്ടായിരിക്കണമേ. എല്ലാ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണം. യേശുവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായതൊന്നും കേൾക്കുമാറാകണമേ. ആമേൻ. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോട് കൂടെ വരുത്തുന്നു. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ അല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കും. മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും കർത്താവിന് മഹത്വം. നമുക്കൊരു പ്രത്യാശയുണ്ട്. ഈ പ്രിയ പിതാവ് ആമേൻ ഇവിടെ പറയുന്ന ഒന്നും ഈ പിതാവ് കേൾക്കുന്നില്ല. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊന്നും പിതാവ് കാണുന്നില്ല. പക്ഷേ കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവിൽ ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ച തന്റെ വൃതന്മാർ കർത്താവിന്റെ ശബ്ദം കേട്ട് കല്ലറയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു നിമിഷമുണ്ട്. അതിനുവേണ്ടി ആമേൻ നമ്മളുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസ സ്നാനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് കൂട്ടായ്മ ആചരിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊണ്ട് അപ്പം നുറുക്കിയും പ്രാർത്ഥിച്ചും അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നാം നയിക്കുന്നുവെങ്കിൽ കർത്താവിനോട് ഒരുമിച്ച് ആമേൻ മേഘപ്രത്യാശയിൽ നമുക്കും കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ദൈവം നമുക്ക് ആമേൻ നൽകി തരുന്ന അവസരങ്ങൾ പാഴാക്കാതെ കർത്താവിന്റെ കൃപയിൽ ജീവിക്കാൻ നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രിയ മാതാവിനെ ആമേൻ ഇവിടെ ആയിരിക്കുന്ന കർത്താവദാസൻ മനോജ് പാസ്റ്റർ, ആമേൻ സഹോദരി, ആമേൻ സഹോദരിയുടെ ഹസ്ബൻഡ്, കുഞ്ഞുങ്ങൾ, ആമേൻ ഹല്ലേലൂയ, അവരുടെ കുടുംബങ്ങൾ, പ്രിയബന്ധുമിത്രാദികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളം ഡിസ്ട്രിക്റ്റ് ആമേൻ പ്രയർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലുള്ള എന്റെ വ്യക്തിപരമായ ആമേൻ ദുഃഖവും അനുശോചനവും പ്രത്യാശയും
നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ഇതിന്റെ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ആമേൻ ശുശ്രൂഷയിലായിരിക്കുന്ന അച്ഛൻ, മറ്റ് ഭാരവാഹികൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രിയ പിതാവിൻ്റെ സംബന്ധത്തോടുള്ള സഭയുടെ അംഗമാണ്. ആ ബന്ധത്തിൽ ഈ പ്രിയ പിതാവ് ശരീരബലഹീനമായിരുന്ന ദിവസങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് മകളുടെ വീട്ടിൽ താമസിക്കുന്നിടത്തേക്ക് ഞാൻ അയച്ചാൽ കടന്നുപോയി. അവിടെ വെച്ച് കാണാൻ കഴിഞ്ഞ ഹോസ്പിറ്റലായിരുന്നു. പെട്ടെന്ന് അടുത്ത ചില ദിവസങ്ങൾക്ക് ശേഷം അയച്ചാലെ മരണവാർത്ത പറയുകയും ഈ പ്രബന്ധന ദുഃഖത്തിൽ പങ്കുചേരുവാനുമായിട്ട് ഞങ്ങൾക്ക് കടന്നു വാർത്തയിൽ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പ്രിയ പിതാവ് ഈ ഭൂമി നന്മയെ പരിപാലിച്ചു പ്രാപിപ്പാൻ ദൈവത്തെ ഉണ്മയായി സേവിക്കുവാനൊക്കെ ദൈവം അവസരം നൽകി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം ചേർത്തല്ലോ താല്പര്യം വെച്ചിരിക്കുന്ന ആ ദൈവസ്ഥാനത്തിലേക്ക് ദൈവം കൊണ്ടുവധിക്കാൻ സ്തോത്രം ചെയ്യുന്ന ഈ ഭൂമി നമുക്ക് നൽകുവാൻ കഴിയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു യാത്രയപ്പാണല്ലോ. ഈ യാത്രയപ്പ് നിരാശാജനകമല്ല, ഒരു വലിയ പ്രത്യാശയുടെ യാത്രയുമാണ്. കാരണം നമ്മളോട് ഓരോരുത്തരുമായ വചനം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവുകയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ വിരുദ്ധത്തിന് പിന്നെയും വന്ന് ചേർത്ത് കൊള്ളും. അങ്ങനെയെങ്കിൽ ഈ പ്രിയ പിതാവിനെ തമ്പുരാന്റെ സ്ഥലത്തിലേക്ക് ചേർത്തിരിക്കുമ്പോൾ ഒരിക്കൽ ദൈവത്തിന്റെ മഹത്വത്തോടെ ഇറങ്ങി വന്ന ഈ പ്രിയ പിതാവിനെയും ഈ ജഡശരീരത്തോടല്ല തിരസ്കരിക്കപ്പെട്ട ശരീരത്തോട് ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. മായയിമ്പം വിടുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം. നായകനാമെൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. നായകനാമെൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനന്ദിക്കുന്നേ. തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ.
സതീഷിന് അവരുടെ അനുശോചനം നൽകുന്നു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദുഃഖസാന്ദ്രമായിരിക്കുന്ന നിമിഷത്തിൽ എന്നോട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിലെ കർത്താവിന്റെ എല്ലാ സാവകാശത്തിനായിട്ടും നദിയുടെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 85 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച് സമയമായപ്പോൾ കർത്താവിന്റെ സ്ഥലത്തേക്ക് ചേർക്കപ്പെട്ട പ്രിയ പിതാവിന്റെ ഭൗതിക ശരീരത്തിന് മുമ്പിലാണല്ലോ നമ്മളായിരിക്കുന്നത്. മരണം എന്താണ് മരണം? മണ്ണിൽ നിന്ന് മെനയപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ തിരികെ ചെയ്യുന്നതിന് പേരാണോ മരണം? മരണത്തെ ക്രൈസ്തവർ സാധാരണ വിശ്രമമെന്നും ഉറക്കമെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ കാണുന്ന പോലെ ചില കല്ലറകളിൽ ചില പെട്ടിയുടെ പുറത്തൊക്കെ RIP എന്ന് പറയുന്ന 3 അക്ഷരം ആലേഖനം ചെയ്തിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം റെസ്റ്റ് ഇൻ പീസ്, സമാധാനത്തോടെ വിശ്രമിക്കുന്നു. ഒരിക്കൽ ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരു പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഭൗതിക ശരീരം കർത്താവിന്റെ വരവിക്കൽ തിരികെ തരേണ്ടതിന് ഭൂമിയെ യേശുവിന്റെ നാമത്തിൽ ഈ ശരീരത്തെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അപ്പോ മണ്ണിൽ നിന്ന് വരയപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്ക് വിശ്രമം കൊള്ളുന്ന എല്ലാവരും ഒരു കാലത്ത് കർത്താവിന്റെ വരവിക്കൽ അവിടെ ഹാജരാക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഹാജരാക്കപ്പെടും. സൃഷ്ടിയുടെ അതൊരു പ്രവൃത്തിയാണ്. മരണത്തെ എന്തെല്ലാം പേരുകൾ പറഞ്ഞ് നമ്മൾ പുകഴ്ത്തിയാലും മരണം അതിലൊന്നും സന്തോഷിക്കുന്ന ആളല്ല. സാധാരണ ഒരു മനുഷ്യൻ മരിച്ചാൽ നമ്മൾ പറയും ചത്തു എന്ന് പറയും. എന്നാൽ ചൂട് പേരുള്ള ഒരാളാണെങ്കിൽ നമ്മൾ പറയും മരിച്ചു എന്ന് പറയും. ഒരു മതമേലധ്യക്ഷനോ അതുപോലുള്ള ആൾക്കാർ മരിച്ചാൽ നമ്മൾ പറയും കാലം ചെയ്തു എന്ന് നമ്മൾ പറയും. രാജാക്കന്മാരുടെ കാലം കാലത്തെങ്കിൽ നമ്മൾ പറയുമായിരുന്നു തീപ്പെട്ടു, നാട് നീങ്ങി എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഒരു ആന ചത്താൽ ആന ചത്തെന്നോ ആന മരിച്ചെന്നോ അല്ല പറയുന്നത്, ആന ചരിഞ്ഞു എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മരണത്തെ ഏത് പേര് കൊടുത്ത് മരണത്തെ വിശേഷിപ്പിച്ചാലും മരണം അതിൽ പ്രസാദിക്കുന്ന ഒന്നല്ല. നിലച്ചിരിക്കാത്ത നാഴികയിൽ കടന്നു വന്ന് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അതിഥിയാണ് മരണം. അതെപ്പോഴാണ് ഏത് സമയത്താണ് എന്നൊന്നും ദൈവം ആർക്കും അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അപ്പോ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ മണ്ണിൽ പറയപ്പെടേണ്ടത് ആവശ്യമാണ്. മണ്ണിൽ പറയപ്പെട്ടാലും കർത്താവിന്റെ വരവെങ്കിൽ അവൻ ഹാജരാക്കപ്പെടും എന്നുള്ളതും സത്യമായ വേദവും സത്യമായിട്ട് അത് വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 85 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് മക്കളെയും കൊച്ചുമക്കളൊക്കെ കണ്ട് സന്തോഷിച്ച് സമയമാകുമ്പോൾ ദിവസം ചേർക്കപ്പെട്ട പിതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വൃദ്ധസദനങ്ങളുണ്ട്. ഒത്തിരി വൃദ്ധസദനങ്ങൾ ഇങ്ങനെ ദിവസം കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്നാൽ എനിക്ക് പ്രിയപ്പെട്ട പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ പ്രിയ പിതാവിനെയും മാതാവിനെയും വളരെ ലാഘവത്തോടെ ശുശ്രൂഷിച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത്, വിശേഷാൽ പ്രിയ മിനിയെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിൽ സ്തോത്രം ചെയ്യുക. ഞാൻ പലപ്പോഴും ചാരുമുട്ടി ചെല്ലുമ്പോൾ യാതൊരു വൈമനുഷ്യമില്ലാതെ നല്ല വീട് ഇവിടെ ഉണ്ട്. ഈ വീട് വിട്ടിട്ട് ചാരുമുട്ടിൽ തന്നെ വിവാഹം കഴിച്ച് അയച്ചത് ചാരുമുട്ടിലാണ്. അവിടെയാണ് താൻ താമസിക്കുന്നത്. ആ വീട്ടിൽ തന്റെ പിതാവിനെ മാതാവിനെ അവിടെ കൊണ്ടുവന്ന് അവിടെ തന്റെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ആ വീട്ടിൽ ഇവര് ശുശ്രൂഷിക്കുന്നതൊക്കെ കാണുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രതിഫലം സ്വർഗ്ഗം ദൈവം വെച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചതുപോലെ ഞാൻ വിശേഷം അഭിനന്ദിക്കുന്നു. അദ്ദേഹം മനസ്സുവെച്ചിട്ടാണല്ലോ ഇത് ചെയ്തത്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രതിഫലം സ്വർഗത്തിലുണ്ട്. അതുപോലെ കഴിഞ്ഞ 2 പേർക്കും ചില ദിവസങ്ങൾ മാത്രം 1-2 ദിവസങ്ങൾ മാത്രമേ പലരും വന്നിട്ട് തിരിച്ചു പോയപ്പോൾ ഞാൻ ചോദിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ? അതിന് പോകാൻ പറ്റില്ല, പോയി. എനിക്ക് നമ്മൾ ഇറങ്ങിയതേ ഉള്ളൂ. അടുത്ത ഫ്ലൈറ്റിൽ അദ്ദേഹം തിരിച്ചു വരേണ്ടത് വന്നു. അവർ പിതാവിനോട് കാണിച്ച സ്നേഹാദരവ്, അവർ അദ്ദേഹത്തോട് കാണിച്ച സ്നേഹം, യാതൊരു വൈമനസ്സുമില്ലാതെ കാര്യങ്ങൾ ഒക്കെ അവരെ മനസ്സിൽ ശക്തി കൊണ്ട് ശുശ്രൂഷ അതിനൊക്കെ തീർച്ചയായും സ്വർഗത്തിൽ ഒരു പ്രതിഫലമുണ്ട്. സ്വർഗത്തിൽ കർത്താവ് നിങ്ങൾ മാനിക്കാൻ തന്നെ ചെയ്യും, ഉറപ്പായിട്ട് മാനിക്കാൻ തന്നെ ചെയ്യും. ഈ അല്പസമയം കഴിയുമ്പോൾ ഈ ഭൗതിക ശരീരം നിന്ന് നമ്മൾ കൊണ്ടുപോയി സമയത്തിൽ അടക്കപ്പെടും. പക്ഷേ എന്തായാലും നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവിന്റെ കാലശബ്ദം കേൾക്കുമ്പോൾ മണ്ണിൽ അടക്കപ്പെട്ട സകല പുത്രന്മാരും കർത്താവിന്റെ മുമ്പാകെ ഹാജരാക്കപ്പെടും. അങ്ങനെയെങ്കിൽ ആ സുരത്തിൽ പ്രിയ പിതാവിനെ നമുക്ക് കണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രത്യാശ നിങ്ങൾ എല്ലാവരും പരിഗണന എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുടുംബം, എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യും. സ്വർഗ്ഗ ദൈവം നിങ്ങളെ സകല വാക്കുകൾ കൊണ്ടും ഇവിടെ പറയുന്ന സകല വാക്കുകൾ കൊണ്ടും നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരും സഹായിക്കട്ടെ. എനിക്ക് അവസരത്തിൽ പ്രിയപ്പെട്ടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ.
ആശ്വാസ വാക്കുകൾ പറഞ്ഞ പാസ്റ്ററോടുള്ള കൃതജ്ഞത അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയിക്കും. ഇപ്പോൾ അഡ്വക്കേറ്റ് എബി കുര്യാക്കോസ് ഈശോയുടെ സന്ദേശം. പ്രിയമുള്ള പ്രസന്ന പാസ്റ്റർ, പ്രിയമുള്ള കുടുംബങ്ങളെ, എൻ്റെ ഓർമ്മയായ കാലം മുതൽ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു വീടാണ് പ്രിയപ്പെട്ട സംഷ്ടവും എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. ഈ വീടും മക്കളുമൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ ജോലി സംബന്ധമായും ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിലും വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് എല്ലാവരും പോയി. എന്നാൽ ഈ അടുത്ത കാലത്ത് പ്രിയപ്പെട്ട മകനുമായി ഏറ്റവും അടുത്ത് ഇടപെടുവാൻ എനിക്ക് അവസരമുണ്ടായി. വളരെ മാതൃകയുള്ള ഒരു വ്യക്തിത്വമായി ഞാൻ അദ്ദേഹത്തെ കണ്ടു. തീർച്ചയായും മാതാപിതാക്കളുടെ മഹത്വമാണ് മക്കളിലൂടെ നമുക്ക് കാണുന്നത്. മനോജ് കാണുമ്പോഴൊക്കെയും പിതാവിൻ്റെ അവസ്ഥ രോഗവിരുദ്ധത്തെക്കുറിച്ച് വളരെ കൺസേൺഡ് പ്രാർത്ഥനയും അതോടൊപ്പം പിതാവിൻ്റെ ശുശ്രൂഷയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന വിഷയമായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ മകൻ വന്ന് കൂടെ പരിചരിച്ചു എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ എത്രയോ ആളുകൾക്ക് അത് മാതൃകയാണ്, ഒരു പ്രചോദനം നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചൈന ദീർഘായുസ് ഒരു ഭാഗ്യമായിരുന്നു. അത് ദൈവനാമ മഹത്വത്തിനായിരുന്നു. മക്കളുടെ കുടുംബത്തിൻ്റെ ശുശ്രൂഷകൾ ഈ സമൂഹത്തിനാകെ മാതൃകയാണ്. ദൈവത്തിൻ്റെ വലിയൊരു പ്രവർത്തനം ഈ സമയത്ത് ഉണ്ടായി. ഏറ്റവും അവസാന ദിവസം അവിചാരിതമായി കല്യാണം ആശുപത്രിയിൽ വെച്ച് ചൈനയെ കാണുവാനും എനിക്ക് അവസരമുണ്ടായി. ഈ കുടുംബത്തോടൊപ്പം ദുഃഖത്തിലും സങ്കടത്തിലും ഞാൻ പങ്കുചേരുന്നു. സ്വർഗീയമായ സമാധാനം കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവിൻ്റെ ഈ വാക്കുകൾ ഓരോ മരണസമയത്തും നല്ല തീരുമാനമെടുക്കുവാൻ നമുക്ക് പ്രേരകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ പേരിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചെയ്യുന്നു. കുര്യാക്കോസിനോടുള്ള കൃതജ്ഞത ഭാരതത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ വേറൊരു ഗാനമായിരിക്കുന്നത് ദേഹം മണ്ണിലുപേക്ഷിച്ച് പ്രാണൻ പ്രിയനിൽ ചേരുമ്പോൾ ഗൂഢാന്തരങ്ങൾ താണ്ടിടും യാത്രയിലും പ്രിയൻ തുണ. ദേഹം മണ്ണിലുപേക്ഷിച്ച് പ്രാണൻ പ്രിയനിൽ ചേരുമ്പോൾ ഗൂഢാന്തരങ്ങൾ താണ്ടിടും യാത്രയിലും പ്രിയൻ തുണ. കാണും ആൾക്കാരിൽ ഞാൻ വീണ്ടെടുത്തോരിൻ സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ. കാണും ആൾക്കാരിൽ ഞാൻ വീണ്ടെടുത്തോരിൻ സംഘത്തെ. ലഭിക്കാതെ പോയാൽ തുറക്കാതെ പോകുന്ന പിണ്ടം അദ്ദേഹത്തെക്കാൾ നല്ലത് എന്നാണ് പറയുന്നത്. മക്കളുടെയും സഹോദരങ്ങളുടെയും വാത്സല്യങ്ങളും ശുശ്രൂഷകളും ഒക്കെ അനുഭവിച്ചു ക്രിസ്തുവിൽ ലഭ്യമാകേണ്ടുന്ന മാന്യതയും പ്രാപിച്ച് നല്ലൊരു വിടവാങ്ങൽ പിതാക്കൾ വിശ്വസിക്കുകയും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിലപ്പെട്ട വ്യക്തിയായിരുന്നു എന്ന് തന്നെയാണ് ജീവിതത്തെ സ്വാർത്ഥകമാക്കുന്നത്. ക്രിസ്തീയ മൂല്യങ്ങളുടെ എല്ലാ നന്മകളും ജീവിതത്തിൽ സൂക്ഷിച്ച് മാതൃകാപരമായി നമ്മെ വെട്ടിക്കടന്നുപോയ പിതാവിൻ്റെ ജീവിതം നമുക്ക് അനുകരണീയമാണ്. നല്ല മാതൃകകളിൽ പിന്തുടർന്ന് കർത്താവിൻ്റെ മഹത്വത്തിന് നിലനിൽപ്പാൻ കർത്താവെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വ്യക്തിപരമായി ഞങ്ങൾ കുടുംബമായി ഞങ്ങളുടെ ദുഃഖത്തിൽ ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുന്നു. പിതാവ് സ്ഥലത്തിൽ അദ്ദേഹം
ഫാസ്റ്റർ മാത്യു ജോൺ ഈ കുടുംബത്തെ അദ്ദേഹത്തിൻ്റെ ആശ്വാസങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ക്രൈസ്തവ എഴുത്തുകാർ ആഗോള വ്യാപകമായ എല്ലാ കുടുംബങ്ങളും റാപ്പ റേഡിയോ, ഒപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങൾ ക്രൈസ്തവ എഴുത്തുകാർ ദിനപത്രം എല്ലാം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രയത്നങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും ആദരവോടുകൂടി ഈ സമയത്ത് വിശ്വാസങ്ങൾ അറിയിക്കുന്നു. ദിവ്യമായ ആശ്വാസങ്ങളാണ് കൃത്യതയുള്ള സമയത്ത് മാറിപ്പോകാത്ത ബലഹീനതയിൽ കാണുന്ന കരുത്താണ് ആശ്വസിപ്പിക്കുന്നതിന്റെ കണ്ണീരിലെ കുറിച്ച് നിത്യയുടെ പ്രത്യാശയാൽ വെളിപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവുകളെ ചാരിമോടിന്റെ നേതൃത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട രാജൻ ഇപ്പോൾ ഈ ഭവനത്തിൽ ോടനുബന്ധിച്ച് ഈ യുദ്ധത്തിന്റെ അവസാന നാളുകളിലൊക്കെ പല പ്രാവശ്യം ഭവനത്തോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ ദേവദാസനെയും ഒരുക്കി ശുശ്രൂഷകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, അറിയിക്കുന്നു. ഇപ്പോൾ അനുശോചനവാക്കുകൾ അറിയിച്ച് പ്രാർത്ഥന. കർത്താവിന് മഹത്വം. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ എന്ന് ഈ ദുഃഖത്തിൽ പങ്കുകൊള്ളുവാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ബഹുമാന്യനായ അച്ഛൻ, ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഞാൻ ചാരിമോട് സഭയുടെ ശുശ്രൂഷകനാണ്. ഈ അപ്പച്ചൻ്റെ മകൾ പ്രിയ മിനി സിസ്റ്റർ എൻ്റെ സഭയിലെ അംഗമാണ്. ആ കുടുംബത്തോടുള്ള ബന്ധത്തിൽ അപ്പച്ചൻ അവിടെയായിരുന്നു കുറേ നാളുകൾ. അവിടെയായിരുന്ന സന്ദർഭത്തിൽ കുറേ നാളുകൾ അദ്ദേഹവുമായിട്ട് ഇടപെടുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അവരുടെ ഭവനത്തിൽ വെച്ച് എല്ലാ ഒരു മാസത്തിൽ ഒരിക്കൽ ചൊവ്വാഴ്ച നാളിൽ ഒരു പ്രാർത്ഥന യോഗം നടത്താറുണ്ട്. ആ യോഗങ്ങളിലെല്ലാം അപ്പച്ചൻ സംബന്ധിക്കുമായിരുന്നു. ഇത്ര ഹൃദ്യമായി ഇടപെടാൻ അറിയാവുന്ന ഒരാളിനെ എൻ്റെ ഈ ദീർഘനാളിലെ ശുശ്രൂഷാ മണ്ഡലങ്ങളിലും ലോകത്തൊക്കെ ചുറ്റി സഞ്ചരിക്കുകയും ഇത്ര വ്യക്തിത്വം മറ്റുള്ളവരോട് ഇടപെടുന്നതിൽ പുലർത്തിയ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ശാരീരികമായ ക്ഷീണം ഉള്ളപ്പോഴും ആതിഥ്യമര്യാദ കൊടുക്കാൻ അദ്ദേഹം വളരെയധികം ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമാണ്. എൻ്റെ വൈഫും ഞാനുമായിട്ടാണ് ആ ഭവനത്തിൽ പോകുന്നത്. വൈഫിന് ശാരീരികമായ അല്പം ക്ലേശമുള്ള ഒരാളാണ്. അവൻ ഇച്ചിരി ഹെൽപ്പ് ആവശ്യമായതുകൊണ്ട് ഞാൻ മിക്കവാറും എൻ്റെ വൈഫിനെ ഇങ്ങനെ താങ്ങി പിടിച്ചാണ് ഭവനത്തിലേക്ക് കയറുന്നത്. അപ്പച്ചന് ശാരീരികമായിട്ടുള്ള ബലഹീനത ഉണ്ടെങ്കിലും അതിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഇറങ്ങി വന്ന് ചിലപ്പോൾ ആ ഗേറ്റൊക്കെ തുറന്നു വന്ന് അകത്തോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്നോട് പറയും, പാസ്റ്ററിങ് വിട്ടേരെ ഞാൻ പിടിച്ച് നമുക്ക് ഇവരെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പച്ചൻ വളരെ ശ്രദ്ധിച്ച് ആ സ്റ്റെപ്പുകൾ കയറാൻ ഹെൽപ്പ് ചെയ്യുകയും അകത്തു വന്നാൽ കൃത്യമായി സംസാരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇത്ര സ്നേഹം പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഇടപെടുന്ന ഒരു പ്രിയ അപ്പച്ചനായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. വളരെ വാത്സല്യം തരുന്ന ഈ പ്രിയ പിതാവിൻ്റെ വേർപാട് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. എന്നാൽ ക്രൈസ്തവ ചിന്തയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദുഃഖത്തെക്കാളധികം പ്രത്യാശയുടെ ചിന്തയാണ്. നാം ഈ ലോകത്തിൽ സമയം കാണും, അത് കഴിഞ്ഞാൽ നാം ഇവിടെ വിട്ട് നാം പ്രത്യാശ വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കും. പ്രിയപ്പെട്ട മനോജ് സഭകളിലെ ഒരു യുവ ശുശ്രൂഷ മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ദേവദാസനാണ്. അദ്ദേഹത്തെയും ഓർക്കുമ്പോൾ നല്ല ശിക്ഷണം കൊണ്ടുവരാൻ ഈ പ്രിയ പിതാവിന് കഴിഞ്ഞല്ലോ
എന്നോർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന പ്രിയ മനോജ് സഹോദരനെയും ഓർത്ത് ഇന്ന് പകൽക്കാലം നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവരുടെ എല്ലാം സേവനം ദൈവനാമ മഹത്വത്തിന് വേണ്ടി തീരുന്നല്ലോ എന്നോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യമുള്ളവരാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആ പ്രമാണം അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവിൽ ഇടയായി എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം. ഞാനിങ്ങനെ ഈ ആത്മീയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു വന്ന ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ ഈ സ്നാനത്തെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ക്രിസ്തീയ പ്രമാണമല്ലേ അപ്പച്ച എന്ന് ഞാൻ ചോദിച്ചു. അവൾ എന്നോട് പറഞ്ഞു, വളരെ ചിരിച്ചു, നന്നായിട്ട് കിടകിടാന്നൊന്ന് ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞ വാക്കുകൾ ഇതാണ്: പാസ്റ്റർ എത്രാമത്തെ വയസ്സിലാണ് സ്നാനപ്പെട്ടത്? അപ്പൊ ഞാൻ സ്നാനപ്പെട്ടത് 30-ാമത്തെ വയസ്സിലാണ്. ഇവിടെ വെച്ചല്ല, മർത്തോമാ സഭയിലായിരുന്നു. ഞാൻ ഗൾഫിൽ പോയപ്പോഴാണ് സ്നാനപ്പെട്ടത്. അപ്പൊ പറഞ്ഞു, എനിക്ക് 30 ഒന്നും ഇല്ലായിരുന്നു പാസ്റ്റർ. ആ കാലയളവിൽ പെന്തക്കോസ്ത് ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ സ്നാനപ്പെട്ടതായിരുന്നു. ഞാൻ സ്നാനം നടക്കുമ്പോൾ അവിടെ ചെന്ന് സ്നാനപ്പെട്ടിട്ടുണ്ട്. അതായത് ഞാൻ ചോദിച്ചപ്പോൾ അവര് പെന്തക്കോസ്തിലാണോ? അല്ല, ഞാൻ മാർത്തോമായി. പിന്നെ ഞാൻ അദ്ദേഹത്തോട് അധികം മറ്റൊരു കാര്യവും ചോദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന ദൈവവചനം ഉള്ളപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രിസ്തുവിൽ മരിക്കുവാൻ പ്രിയ അപ്പച്ചന് കർത്താവ് ഇടയാക്കി. വേർപാടും ആരാധനയൊക്കെ അവിടെ ഇരിക്കട്ടെ. യേശു ക്രിസ്തുവിനെ അവരുടെ കൽപ്പനകൾ അനുസരിക്കുന്ന ഭാഗ്യവാന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കും. ആരാണ്? ഏത് വ്യക്തിയാണ്. അതിന് ഡിനോമിനേഷണൽ ഡിഫറൻസ് ഇല്ല. ഏത് വ്യക്തിയാണെങ്കിലും ക്രിസ്തുവിനെ അംഗീകരിച്ച്, ക്രിസ്തുവിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് മത നേതാക്കന്മാരൊക്കെ ഉണ്ട്, അതുപോലെ ഒരു അംഗീകരണമാണോ? അല്ല. ഞാൻ അതിനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, ഇൻ ദ അതോറിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനുള്ള അതോറിറ്റി എന്താണ്? മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വന്തം ജീവനെ ബലി അർപ്പിച്ച് നമ്മെ വീണ്ടെടുത്ത ആ അതോറിറ്റി, യേശു ക്രൂശിൽ മരിച്ചതിൽ നിന്നാണ് ആ അതോറിറ്റി കിട്ടിയത്. ആ അതോറിറ്റിയിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ ഉള്ളത്. അപ്പൊ യേശു മറിയയുടെ മകനായതുകൊണ്ടോ, യേശു സാമൂഹ്യ പ്രവർത്തകനായതുകൊണ്ടോ, യേശു അത്ഭുതം പ്രവർത്തിച്ചതുകൊണ്ടോ അല്ല നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന് സ്വന്തം പ്രാണനെ കൊടുത്ത് ദൈവത്തിൽ നിന്ന് അതോറിറ്റി വാങ്ങി നമ്മളെ ഈ കാലയളവിൽ നടത്തുന്ന കർത്താവിൽ വിശ്വസിപ്പാൻ പ്രിയ അപ്പച്ചന് ഇടയായി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇതൊരു പൊതു മീറ്റിങ്ങും എല്ലാവരും അധികം ആളുകൾ ആ വിശ്വചനം അറിയിക്കാനൊക്കെ ഉണ്ടല്ലോ. ഞാൻ പ്രസംഗത്തിനായിട്ട് ഒരുങ്ങുന്നില്ല. അപ്പച്ചനോടുള്ള സ്നേഹവും ബഹുമാനവും തൻ്റെ ഈ യാത്രയെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കും വന്നു ചേരുവാൻ ഇടയായത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ കുടുംബത്തിലുള്ള പ്രിയ സിസ്റ്റർ മിനി കുടുംബം, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മനോജ് കുടുംബം, ഇവരെയും അതുപോലെ ബന്ധുമിത്രാദികളും എല്ലാവരും ദുഃഖത്തിലായിരിക്കുന്ന ഏവർക്കും ആശ്വാസം സ്വർഗത്തിലെ ദൈവം അരുളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാവർക്കും പ്രത്യേക ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കും. താങ്ക് സ്നേഹബന്ധത്തിൽ ഇവിടെ വരികയും വിശ്വാസം അറിയുകയും ചെയ്തതിനുള്ള സന്തോഷം അറിയിക്കട്ടെ. പ്രത്യേകിച്ച്
എക്സൽ VBS ഡയറക്ടറായിരിക്കുന്ന പ്രിയപ്പെട്ട അനിൽ സാർ നമ്മളോടൊപ്പം ആയിരിക്കുന്നു. ഏറ്റവും സന്തോഷത്തോടുകൂടി ിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾ, ബന്ധുബന്ധാദികൾ, ചാർച്ചക്കാർ, സഭാമക്കൾ, ഏവരെയും സർവശക്തനായ ദൈവം ആശീർവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം ദീർഘവർഷങ്ങളായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു പ്രിയ ഭവനമാണ്. പ്രത്യേകിച്ച് പ്രിയ വിൽസച്ചാൻ എൻ്റെ വെല്ലുമിച്ചിയുടെ വിൽസച്ചാൻ്റെ പിതാവ് എൻ്റെ വെല്ലുമിച്ചിയുടെ കസിൻ ബ്രദറായിരുന്നു. എന്നാൽ ആ ബന്ധത്തെക്കാൾ ഉപരിയായിട്ട് 2008 ഞാൻ ഖത്തറിൽ QMBC VPSനോടുള്ള ബന്ധത്തിൽ അവിടെ ചെന്നപ്പോൾ പ്രിയ ജോഷുവ ജോയൽ അവരോടൊപ്പം അവരുടെ ചെറുപ്രായത്തിൽ എക്സൽ VPSന്റെ സജീവ ഭാഗമാകുവാനൊക്കെ ഇടയായി. അങ്ങനെ ഈ കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധം ദൈവം തന്നു. അതുപോലെ തന്നെ പ്രിയ മനോജ് ബ്രദർ, തൻ്റെ കുടുംബം മേഘ, മെറിന, അവരും എക്സൽ VPSന്റെ ഭാഗമായി നിന്ന കുഞ്ഞുങ്ങളാണ്. ഈ കുടുംബത്തെ നന്ദിയോടെ ഈ തലം നോക്കുന്നു. പ്രിയ വിജയന്തി, നമ്മുടെ പിതാവും മാതാവും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ വിട്ട് വാങ്ങിപ്പോകുമ്പോൾ അത് നമുക്ക് വളരെ വേദന തരുന്ന കാര്യമാണ്, ദുഃഖം തരുന്ന കാര്യമാണ്. പ്രിയ മാതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഫാദർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് ദുഃഖമാണ്. എന്നാൽ ക്രൈസ്തവ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രത്യാശ. വിശുദ്ധ വേദപുസ്തകം മരണാനന്തര ജീവിതത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് നൽകുന്നത്. അങ്ങനെ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. ഇവിടെ പ്രിയ പിതാവ് ആബ്സെന്റ് ആയിരിക്കുമ്പോൾ നിത്യതയിൽ പ്രസന്റ് ആയിരിക്കുന്നത് വലിയ ആ പ്രത്യാശയോടെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു യാത്രയെ പ്രിയ പിതാവിന് കൊടുക്കാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ എക്സൽ മിനിസ്ട്രീസ് അടിയന്റെ കുടുംബം പങ്കുചേരുന്നു. അമേരിക്കയിലുള്ള പ്രിയ അമ്നിമാമ, ആ കുടുംബം അവരുടെ ദുഃഖവും പ്രത്യാശയും ഈ തരണത്തിലെ ഭവനത്തെ അറിയിക്കുന്നു. ദൈവം ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ. അവസരത്തിൽ ലഭിക്കുന്ന അച്ഛനുള്ള കൃത്യമായിട്ടുള്ള നന്ദി ഈ തരണത്തിൽ അറിയിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. കരുണായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നിമിഷം വരെ ഞങ്ങളെ ഒരുമിച്ച് കർത്താവ് ക്ഷണത്തോടെ കൂടിക്കൊള്ളുന്ന തുറയ്ക്കായി പ്രിയ പിതാവിന്റെ ധന്യമായ ജീവിതത്തിനായി ഞങ്ങൾ നിന്നെ വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളെ നൽകിയിട്ട് പോയിരിക്കുന്ന നല്ല വിശ്വാസത്തിന്റെ നല്ല മാതൃകയായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളെല്ലാം വിശേഷങ്ങളെ ഇടയാക്കണം. ഞാൻ ജീവിച്ച ഈ ഭവനത്തോട് യാത്ര ചോദിക്കുന്ന ഈ സമയത്ത് കർത്താവേ, എന്റെ മകന്റെ ജീവിതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ഭവനം പ്രകാരം ചമപ്പാനും വിളവസിപ്പാനും ഇവിടെ വളർത്തുവാനും ഒക്കെയും എന്റെ മകന് കൊടുക്കുകയായിട്ട് സ്തോത്രം. കർത്താവേ, എന്റെ മകന്റെ ജീവിതത്തിൽ ദേശത്തും വിവിധ ഇടങ്ങളിലും കർത്താവിന്റെ കൃപയിൽ നടത്തിയ നല്ല വഴികളായിട്ട് സ്തോത്രം. കർത്താവേ, ഈ അവസാന നാളുകളിൽ മകളുടെ ഭാഗത്തിൽ നല്ല വിശ്രമം എനിക്കായിട്ട് സ്തോത്രം. നല്ല ശുശ്രൂഷകൾ നൽകുവാൻ മക്കളെ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കുവാനാകണമേ. നല്ല ഓർമ്മകളെ കർത്താവേ, നിങ്ങളോട് ചേർന്ന് നന്ദിയുള്ളവരായി നല്ല ഓർമ്മകളും നന്ദികളുണ്ട്. വിശദാനം ജീവിക്കുവാനുള്ള എല്ലാവരെയും ഇടയാക്കണമേ. ശുശ്രൂഷകളെല്ലാം കൃപയായിരിക്കുന്നു. കാലാവസ്ഥകൾ കരുതുന്നതാകുന്നത് സ്തോത്രം. ഏറ്റവും അനുഗ്രഹീതമായ ഒരു യാത്രയും നൽകുവാൻ പ്രാർത്ഥിക്കുന്നതാകണമേ. ആമേൻ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. മറുകരയിൽ നാം കണ്ടിടും
ഒരുമിച്ച് ദുഃഖം ചേർത്ത് കൊണ്ടുപോകുന്നു എന്നല്ല, പപ്പ നല്ല സ്ഥലത്താണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അധികമായി സന്തോഷത്തോടെയാണ് ഞങ്ങൾ പപ്പയെ ശരീരം ഇപ്പോൾ മുന്നിലോട്ട് ചേർക്കുന്നത്. കാരണം നമുക്കറിയുന്ന പോലെ ആത്മാവ് കർത്താവിൻ്റെ സന്നിധിയിലാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് വിൽസി വത്സ ഞങ്ങൾ ഒരുമിച്ച് ഈ ഒരു ദുഃഖത്തിൽ ഞങ്ങൾ അനുഭവങ്ങൾ അറിയിക്കുന്നു. ഇതുണ്ടാകുന്ന ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ഫോർ ദിസ് ടൈം. കുടുംബാംഗമായിരിക്കുന്ന അപ്പോസ്റ്റൽ വിനോദിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കും. ഫോൺ കൊയർ ഒരു ഗാനമാണ്. കെട്ടുപോകിലും ഈ ഗേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാവിനീ നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃഥാ എടുക്കുന്നു. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു, അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകൾ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കാൻ പോകുന്നു. ശോഭയേറും നാടോന്നുണ്ടത് കാണാമേ ദൂരെ വിശ്വാസതാ താതൻ വാസം ഒരുക്കി നിൽക്കുന്നോണ്ടക്കരെ കാത്തഹോ വേഗമാ ചേർന്നിടൂ ഭംഗിയേറിയ ആകീരത്ത് മക്കൾക്ക് ചേർന്നിടൂ
നാം സ്തോത്രം പാടും. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആദ്യത്ത്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആദ്യത്ത്. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. കുറവില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളേ. ഭൂവാസികളും മനുഷ്യരും ധനവാന്മാരും ദരിദ്രന്മാരും കൂടെ തന്നെ. എന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു. ഓരോ പ്രവർത്തിക്കത്തതുപോൽ പകരം നൽകും ശീഹായേ. കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കഴുകേണമേ. മഹിമയ്ക്കോ ചേരുന്ന വെണ്ണിലയങ്കിയടിയാരേ. ധരിപ്പിക്കണമേ എന്നേക്കും സ്വർഗവാതിൽ തുറക്കുന്ന പറുദീസായോടെ താക്കോല. നാഥ, ഞങ്ങൾക്ക് നിൻ വരവിൽ അനുഗ്രഹവാതിൽ തുറക്കേണമേ. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം കൃത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാം ഏറ്റേണം. കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്നെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല ശുദ്ധിയിൽ നിന്നും ഞങ്ങളെ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധ ദൈവമേ, നിന്റെ തിരുസന്നയുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യ സന്തോഷത്തിനും ഞങ്ങളെ യോഗ്യതരാക്കി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവരും ജീവൻ നൽകുന്നവരും മരിച്ചവരുടെ പ്രത്യാശയും മുടിയിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു. അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന ലക്ഷ്മി, മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും അതിന് സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ ശിഹാദപുരാനും തനദാസന സംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ സകലത്തെ നിർമ്മിച്ച ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ തിരിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലവും കൽപ്പന ലംഘനത്തിലകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം
മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകലാശ്വാസത്തിന്റെ ദൈവമേ, അവനെ വഴി തെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നിരക്ഷിക്കുകയും ചെയ്തു. മനുഷ്യനെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ പിതാവിന്റെ സംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷയും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷരാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവരും നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയാകുന്നു എന്ന് ഇരുഭാഗക്കാർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവനും ദൈവിക ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചനുമായി നിന്റെ ദാസൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഇവൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ കരുണയുടെ മുഖത്ത് താൻ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള ബലം കൈകൊണ്ട് വിശുദ്ധരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ ഇതിനുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെട്ടു. മശിഹാദിന്റെ അധികാരത്തെ മായിച്ച് പാപത്തിന്റെ വിഷമുള്ളനെ തകർത്തു കളഞ്ഞു. കുരിശുമൂലമുണ്ടായ ജയമിത എല്ലാ തലമുറകളിലും പ്രസംഗിക്കപ്പെടുന്നു. പുനരുത്ഥാനത്തിങ്കൽ മരണം അവസാനിക്കുന്നു, പാപം മാഞ്ഞു പോകുന്നു, സാത്താൻ ജയിക്കുന്നു, നീതിമാന്മാർക്ക് സന്തോഷമുണ്ടാകുന്നു. അവർ മണവാളനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കേണ്ടതിന് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിച്ചുകൊണ്ട് മഹത്വത്തിന്റെ വെള്ള നീലയങ്കി ധരിക്കുകയും ചെയ്യുന്നു. ആത്മാവ് ശരീരത്തോട് പറയുന്നത് എന്തെന്നാൽ, സഹോദരനും പ്രിയപ്പെട്ടവനുമേ, നീ സമാധാനത്തോടെ പാർക്ക. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പുനരുത്ഥാന ദിവസത്തിൽ ഞാൻ ഇനിയും നിന്നെ കാണുമെന്ന് കർത്താവിൽ എനിക്ക് പ്രത്യാശയുണ്ട്. മശിഹ രാജാവിന്റെ എഴുന്നള്ളത്തിങ്കിലും പ്രധാന ദൈവദൂതന്മാരുടെ കാഹളധ്വനിയെങ്കിലും കബറുകളും പാറകളും പിളരുന്നു. സകല വിശുദ്ധന്മാരും മണവാളനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കേണ്ടതിന് ഉയർത്തെഴുന്നേറ്റ് തങ്ങളുടെ ദിവ്യാഷ്ടികളെ തെളിയിക്കുന്നു. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരനെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവേ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരേ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞൊന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളി. നീക്കപ്പെടാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിങ്കൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന ശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹോ മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, പ്രവർത്തിക്കത്തവോ നീതിയായി
നിലയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ ആദാമിൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെയും ഉയർപ്പിക്കാം. വായനാഭാഗമായ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്നവരിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. സകല ബുദ്ധിയെ കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുത്രങ്ങളുടെ രക്ഷിതാവുമായുള്ള യേശുമിശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടി നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. സകല ദോഷങ്ങളും നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. ൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ് ദൈവമുണ്ട് അങ്ങു പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതരുണ്ട് എൻ ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും.
ലോകമെനിക്കെന്റെ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പുമങ്ങൊട്ടുമില്ല. വേഗം നിന്നെ കാണും ഞാൻ യേശുവേ, നിനക്ക് സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം രാത്രിയിൽ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ്റെ ചക്രവും അപ്പോഴും രഥത്തിൻ്റെ ചക്രമുന്നോട്ടോടുന്നു. ആകെ അല്പ നേരം മാത്രം എൻ്റെ യാത്ര യേശുവേ, നിന്നെ കാണും ഞാൻ. യേശുവേ, നിനക്ക് സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ഇപ്പോൾ പരിശോധനമായുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഇടവകയുടെ പരിശോധന, ഇടവകയുടെ സംഘടനകളുടെ പരിശോധന പറയുകയാണ്. ഇപ്പോൾ ഇമ്മാനുവൽ മാർത്തോമ സുവിശേഷ സെവിയ സന്ദർഭത്തിൽ പ്രതികരിച്ചുകൊണ്ട് സെവിയ സെക്രട്ടറി ജോസഫ് സി ചുണ്യവാക്കും പരിശോധിക്കുകയാണ്. ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കുടുംബവുമായിട്ട് എനിക്ക് വളരെയധികം വ്യക്തിപരമായ ബന്ധമാണുള്ളത്. ഈ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പ്രിയ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവിടെ ആയിരുന്ന സമയത്തും ഞങ്ങളവിടെ പിന്നീട് വീട്ടിലയച്ച സമയത്തൊക്കെ ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പ്രിയ അച്ഛനും അമ്മാമ്മയും ഞങ്ങളെ വളരെയധികം സ്നേഹത്തോടും സന്തോഷത്തോടു കൂടിയുമാണ് സ്വീകരിച്ചിരുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്നു. ഞാൻ അച്ഛനെ അവസാനമായിട്ട് കാണുന്നത് ഡിസംബർ മാസത്തിൽ ഞങ്ങളവിടെ ക്രിസ്മസിൻ്റെ റൗണ്ട്സുമായിട്ട് അവിടെ ചെല്ലുമ്പോഴാണ്. അപ്പോൾ കാണുമ്പോൾ ശാരീരികമായ വളരെ ക്ഷീണമുണ്ടായിരുന്നുവെങ്കിലും വളരെ അധികം സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിക്കുന്നു ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളവിടെ കടന്നു ചെല്ലുമ്പോൾ തന്നെ ആ മുറ്റത്ത് ആ ഗേറ്റിൽ അവിടെ ഉണ്ടാവും. അച്ഛൻ ഞാൻ നല്ല ജീവിതത്തെ നോക്കുകയാണ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെയും വളരെ കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ വിശ്വാസം പ്രത്യാശയും അവരുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. നല്ല ദൈവ പൈതങ്ങളായി തീരുവാനായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കുകയും ഗുണ നൽകുകയും ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണുവാനായിട്ട് പ്രിയ അച്ഛനും അമ്മാമ്മയും ഭാഗ്യമുണ്ടായി. പ്രിയ അമ്മാമ്മയും കുടുംബവും അച്ഛനും കുടുംബവും ഞങ്ങൾക്ക് സേവ്യ സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവ സാന്നിധ്യമായിരുന്നു. ഞങ്ങൾ അവിടെ ചെല്ലുന്നതായ സമയത്ത് ഞങ്ങളെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും
ഇടവകയുടെയും സേവ്യ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടതായ എല്ലാ കൈത്താങ്ങലുകളും തന്ന് ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്ത പ്രിയ കുടുംബത്തെ നന്ദിയോടെയാണ് ഞാൻ ഓർക്കുന്നത്. പ്രിയച്ചാൽ തീർച്ചയായിട്ടും നിത്യതയുടെ തീരത്ത് കാണാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് ദൈവം നല്ല സമാധാനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇമ്മാനുവൽ മാർത്തോമാ സുവിശേഷ സേവിക സംഘത്തിന്റെ എല്ലാ അനുശോചനവും ഈ സമയം ഞാൻ അറിയിച്ചുകൊണ്ട് വാക്കുന്നു. സീനിയർ സിറ്റിസൺ പ്രൊഫഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദുഃഖത്തിൽ കണ്ടുകഴിഞ്ഞ കുടുംബമാണ് മനോജ് ഇനി പൊന്നച്ചാന് രാജു ഞങ്ങൾ വ്യവസായമായിട്ട് തെക്കേലും വടക്കേലുമായിട്ടാണ് ചെയ്യും. രണ്ട് വീടും ഒരു 100 അടി പോലും വ്യത്യാസം. ആ ഭവനത്തിൽ 3 പെൺമക്കളും 3 ആൺമക്കളുമാണത്. അത് പെൺമക്കൾ 3 പേരും കർത്താവിൻ്റെ സന്നിധിയിൽ മാറ്റപ്പെട്ടു. ആൺമക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മൂത്തത് വ്യവസായമാണ്. വ്യവസായം സമയമായപ്പോൾ കർത്താവ് വെച്ച് ചേർത്തു. ഇനിയും പൊന്നച്ചായാലും രാജ്യമാക്കും. അവർക്ക് താങ്ങാനാകാത്ത വിഷയമാണുള്ളത്. മനുഷ്യൻ്റെ വാക്കുകൾക്കൊന്നും അവരെ സമാധാനപ്പെടുത്തുവാൻ കഴിയും. എന്നാൽ ദൈവിക സമാധാനം വരെ സമാധാനപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കർത്താവ് നൽകുന്ന ആയുസ് കർത്താവ് തന്നെ എടുക്കുമ്പോൾ അതിനെ നമുക്ക് ഒന്നും പറയാൻ ഇടയാകാം. ആ സമയത്ത് സന്തോഷത്തോട് സ്വീകരിക്കാൻ തക്കണം. ജീവിച്ചിരിക്കുന്ന നമ്മളും ഒരുക്കമുള്ളവരായിരിക്കാൻ തക്കണം ഓർമ്മപ്പെടും. കർത്താവായ യേശു നമുക്ക് ഭവനം ഒരുക്കാനായി പോയിട്ടുണ്ട്. ഭവനം ഒരുക്കിയ ശേഷം അത് വീണ്ടും നമ്മളെ ചേർത്തുകൊള്ളും എന്നുള്ള വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിക്കും. അത് ചേർത്തുകൊള്ളുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ അവന് ഹിതകരമായ ജീവിതങ്ങൾ നയിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് നമുക്ക് എത്തുവാൻ സാധിക്കട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഇമ്മാനുവേൽ ജനനാട് ഇമ്മാനുവേലിൻ്റെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ നാമത്തിൽ എൻ്റെ വ്യക്തിപരമായ നാമത്തിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വ്യവസായമായിട്ട് ഞങ്ങൾ ഒരു നാട്ടുകാർ മാത്രമല്ല കുടുംബത്തിൽപ്പെട്ടു. വ്യവസായൻ്റെ ഈ നിര്യാണത്തിൽ അതീവത്തിലായിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ കുടുംബങ്ങൾ ആരുടെയും സമാധാനത്തെ നല്ല ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ പല മതങ്ങളുണ്ടെങ്കിലും ക്രിസ്ത്യ മതത്തിൽ പ്രത്യാശ ഒരു വേറിട്ട പ്രത്യാശയാണ്. വാക്കുകളിൽ വിട്ടുപിരിച്ച് ക്രിസ്തുവിനോട് കൂടിയായിരിക്കുവാൻ എനിക്ക് ഏറെ ഇഷ്ടമാണ്. എൻ്റെ സ്നേഹദൈവത്ത് നല്ല ഇടപാടുകളിലോട്ട് ദൈവത്തിലോട്ട് ഞാൻ സ്തുതിക്കുന്നു. ഇപ്പോൾ സംഘടനകളുടെ അനുശോചന സൂചകമായിട്ട് റീത്ത് സമർപ്പിക്കുന്നത് ഓരോ സംഘടനകളുടെ പ്രതിനിധികൾ മുമ്പോട്ട് വന്ന് റീത്ത് സമർപ്പിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ശരിയാണ്. ഇമ്മാനുവൽ മാർത്തോമാ സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സൺഡേ സ്കൂൾ അധ്യാപകൻ അലീസ് തോമസ് ഇപ്പോൾ ഇമ്മാനുവൽ മാർത്തോമാ സുവിശേഷ സേവ്യ സംഘത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ട്രഷറർ വെരിക്കുട്ടി വർഗീസും സേവ്യാസിന്റെ അംഗങ്ങളും മുൻപോട്ട് വന്ന റീത്ത് സമർപ്പിക്കും. ചെറിയാണിമാരും മാർത്തോമാ യുവജന സംഘത്തെയും കൊയറിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് യുവജന സംഘം സെക്രട്ടറി പ്രിയ സാം ഇപ്പോൾ റീത്ത് സമർപ്പിക്കും. ഇടവ കമ്മീഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സെക്രട്ടറി പി എസ് സ്റ്റീഫൻ ഇപ്പോൾ പി എസ് സ്റ്റീഫനും ഇടവ കമ്മീഷൻ അംഗങ്ങളും ഒരുമിച്ച് ചേർന്ന റീത്ത് സമർപ്പിക്കും. മാർത്തോമാ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സെക്രട്ടറി ഡി എ ജോൺ റീത്ത് സമർപ്പിക്കും. ഇപ്പോൾ ഇടവകയുടെ ഔദ്യോഗികമായുള്ള അനുശോചനം സെക്രട്ടറി പ്രൊഫസർ ബിജോയ് വർഗീസ് അറിയിക്കും. തുടർന്ന് ഇടവകയുടെ റീത്ത് ട്രസ്റ്റിമാരെ ചേർന്ന് ഈ ഇടവക അംഗങ്ങളായിട്ടുള്ള എബ്രഹാം ഉമ്മനച്ചൻ, വിനോദ് തോമസ് അച്ഛൻ, ഈ പ്രിയപ്പെട്ട വ്യവസായന്റെ മരണത്തിൽ ദുഃഖാർത്ഥനായിരിക്കുന്ന കുടുംബാംഗങ്ങൾ,
വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് സഭകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പ്രിയമുള്ളവരെ, ഇടവക ജനങ്ങൾ, ഇടവകയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നതിന് മുൻപ് ചാനലിലൂടെ പഠിച്ച, ഞാനിപ്പോൾ നാട്ടിലില്ലാത്ത പലരും അനുശോചനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാനൽ കൂടെ പഠിച്ച മുഖത്തിൽ ശ്രീ ബേബിച്ചാൻ എന്ന് പറയുന്ന ചാനൽ അനുശോചനം പ്രത്യേകം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബേബിച്ചാൻ അതേ പ്രായത്തിലുള്ള വ്യക്തിയാണ്. ഒരേ സമയത്ത് ഒരേ സ്കൂളുകളിലും പഠിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ചാനലുകളിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഈ പ്രിയപ്പെട്ട മക്കാരി എന്ന ബേബിച്ചാൻ ചെറുപ്പം മുതലേ അറിയാം എന്നുള്ളത് ഞാൻ അവിടെ മാമ, കുഞ്ഞുമാമ, മാമച്ചായ, ചെല്ലമാമ, രാജുച്ചായ, ഇവരൊക്കെ സഹോദര സഹോദരിമാർ ആണ് എന്നുള്ളത് ഞാൻ പ്രത്യേകമാണ്. ചെറുപ്പകാലത്ത് വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത് ഞാൻ പ്രത്യേകമായി പ്രസ്താവിക്കുന്നു. മധ്യപ്രദേശിൽ ഏതാനും വർഷങ്ങൾ തുടർന്ന് ഡൽഹിയിലും ബാംഗ്ലൂരിലും പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലുമൊക്കെ പ്രവർത്തിച്ചു. മൂവാറ്റുപുഴയൊക്കെ പ്രവർത്തിച്ചു. അതിനുശേഷം നാട്ടിൽ വന്ന് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സ്തുത്യപരമായിട്ടുള്ള നല്ല സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് അവരുടെ സ്മൃതി. ഇടവകയെ സംബന്ധിച്ച് ഒരു ആക്റ്റീവ് നമ്പറാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ ആക്റ്റീവ്. ഇടവകയിലെ ആരാധനകളിലൊക്കെ ക്രമമായി പങ്കെടുക്കും. ഭവനങ്ങളിൽ വെച്ച് നടക്കുന്ന ഇടവക മിഷന്റെ മീറ്റിങ്ങുകളിലും കൂട്ടായ്മകളിലൊക്കെ ആദ്യം വരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഇടവകയെ സംബന്ധിച്ച് നല്ല സാക്ഷ്യം വഹിച്ചു. ലീലാമാമയ്ക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും അത് പറയും പ്രയാസം പങ്കെടുക്കും. അമ്മാമയെ കുറച്ചു നേരം ഭവനത്തിൽ ഇരുത്തിയിട്ട് ഇടവകയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയും വളരെ ക്രമമായി പങ്കെടുത്തു എന്നുള്ളത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ പിന്നീട് അമ്മാമയുടെ ശാരീരിക പ്രയാസങ്ങൾ മൂലം വിനിയും വിൽസനും ചുനക്കരയുള്ള അവരുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി അമ്മാമയെ ശുശ്രൂഷിക്കുകയും അച്ചായനെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ഒരവസരം അവർക്ക് ലഭിച്ചു. അവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ലീലാമാമയെ അച്ചായനെ ശുശ്രൂഷിച്ചു വന്ന നാളിൽ ഞാൻ അതുപോലെ തന്നെ ഇനിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും മനോജിൽ നിന്നൊക്കെ അച്ചായപ്പെട്ട നല്ല ശുശ്രൂഷകൾ ലഭിച്ചു. ലിനിയെയും മക്കളായിട്ടുള്ള ജോയിലിനെയും ജോഷുവായും പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മിക്കും. അതുപോലെ തന്നെ മാത്യു വർഗീസ് എന്ന മനോജ്, സുബി, മക്കളായിട്ടുള്ള മേഘ, മൊറീന, ഇവരോടും ഇവരേക്കുള്ള അനുശോചനം പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തട്ടെ. ഈ മരണം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിലും മരണത്തിന് ശേഷമുള്ള പുനരുദ്ധാര ജീവിതത്തിൽ നമുക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് നമുക്ക് സ്വർഗനാട്ടിൽ ഒരുമിച്ച് കാണാം എന്നുള്ള വിശ്വാസത്തിൽ ഈ സമയത്ത് ഇടവകയുടേതായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഭവനവുമായിട്ട് ഈ ദിവസങ്ങൾ ചേർന്ന് നിന്ന പിതാവുമായും മാതാവുമായും മക്കളുമായും സ്നേഹം പങ്കുവയ്ക്കുവാൻ ആവുന്ന സാവകാശത്തെ പ്രിയ പുരുഷനെ ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് കാണുന്നത്. പലരും ഓർമ്മിപ്പിച്ചതുപോലെ വീട്ടിൽ വരുന്ന ആളുകളെ
വളരെ താല്പര്യത്തോടെ ഓടി വന്ന് സ്വീകരിച്ച് നമ്മളെ അവാർഡിനെ സ്വീകരിച്ചുകൊണ്ട് പോയി അടുത്തിരുത്തി സ്നേഹ സൽക്കാരങ്ങളൊക്കെ നൽകി നല്ല ശുശ്രൂഷകൾ പിതാവിനെയാണ് ശാരീരികമായി എന്ന ക്ഷീണതയിലാണ്. എന്നാൽ പോലും എഴുന്നേറ്റ് നടക്കുവാൻ പുറത്തേക്ക് വരുവാൻ നമ്മൾ വിളിച്ചുകൊണ്ട് പോകാൻ വലിയ താല്പര്യമാണ്. അമ്മച്ചിയുടെ ശാരീരികമായ ബലഹീനത മധ്യത്തിലും പരസ്പരം താങ്ങായി കടലായി നിൽക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. പ്രതിസന്ധിയുള്ള മധ്യത്തിലെ കുഞ്ഞുങ്ങൾ വളരെ നല്ല ശുശ്രൂഷകളൊക്കെ മാതാപിതാക്കൾക്ക് നൽകുന്നത് കണ്ടു. പ്രത്യേകിച്ച് ആ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അത്തരത്തിൽ പിതാവിന് നല്ല ശുശ്രൂഷ ഏറ്റുവാങ്ങാൻ ദൈവം മക്കളിലൂടെ ഇട നൽകി. നോക്കിയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രിയ മകൻ പിതാവിനെ ശുശ്രൂഷിക്കാൻ വേണം മക്കൾ രണ്ടുപേരും അവർ നാട്ടിൽ വരികയും കുറച്ച് ദിവസം അച്ഛനോടൊപ്പം താമസിച്ച് ക്ഷീണതയുടെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ അവർ സമയം കണ്ടെത്തി. വലിയൊരു മാതൃകയാണ് അത് നമുക്ക് നൽകുന്നത്. എനിക്ക് ആ ഒരു സമയത്ത് പ്രിയ പുച്ഛന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയി തൈലാഭിഷേകവും വിശുദ്ധ കുർബാനയൊക്കെ കൊടുക്കാനിടയായി. തീരെ ക്ഷീണിതമായ അവസ്ഥയിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ ചെറിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും ആശുപത്രിയിലാകുകയും വീണ്ടും പെട്ടെന്ന് തന്നെ അങ്ങനെ കുറച്ച് ദിവസത്തെ ഇംപ്രൂവ്മെന്റിന് ശേഷം അച്ഛൻ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. എനിക്ക് വലിയ സന്തോഷവും സംതൃപ്തിയുമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ തനിക്ക് ലഭിക്കാവുന്ന എല്ലാ ശുശ്രൂഷകളും, അത് ആത്മീയ ശുശ്രൂഷകളും കുഞ്ഞുങ്ങളുടെ മക്കളുടെ ശുശ്രൂഷകളും ഒക്കെ ലഭിച്ച് വളരെ സംതൃപ്തിയോടെ കടന്നു പോവുക ദൈവം ഭാഗ്യം കൊടുത്തു എന്നുള്ളതാണ്. അത് ബോധത്തോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ അതിനാണ്. പക്ഷെ കിടന്ന നാളുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം നാളുകളാണ്, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കുറേ ദിവസം നടക്കുവാൻ കാര്യങ്ങൾ നോക്കുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. ഒരു ഭാഗ്യകരമായ അവസാനത്തിന് കർത്താവ്, അനുഗ്രഹീതമായ അവസാനത്തിന് കർത്താവ് കൃപ ചെയ്തു സ്ഥിതി ദിവസങ്ങളിൽ ചെയ്യുന്ന മക്കളിൽ നിന്നൊക്കെ നല്ല സ്നേഹവും കൂട്ടായ്മയും വിപ്പാട്ടെ പിതാവിന് വിശ്വാസത്തോടുകൂടി ആത്മീയ ശുശ്രൂഷകൾ പങ്കാളിയാണ് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിലൊക്കെയുള്ള ഒരു താല്പര്യം മക്കളിൽ കണ്ടതോ വാഴ്ത്തിയാണ്. ആ നല്ല വാക്കുകൾ പിന്തുടരുവാൻ എല്ലാവരും ഇടയാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ പേരിലും ഇടവകയുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും ഒക്കെയുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാവരും ഈശ്വരവും ദുഃഖവും അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ രണ്ടാം ഭാഗം ശുശ്രൂഷ ദേവാലയത്തിൽ വെച്ചുള്ളത് ആരംഭിക്കുന്നു. സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, ഈ സംസ്കാര സമയത്ത് നിന്റെ കണ്ണോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശ്വസഭയിലെ സകലസന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവരെയും സന്തോഷങ്ങളുടെ വന്നിരിക്കും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗന്ദര്യമായി നൽകണമേ.
അവസാനത്തിൽ മഹത്വത്തോളം നീ എഴുന്നള്ളുകയും ഭൂലോകത്തെ നീതിയോടെ ന്യായവിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത് ഭാഗത്തെ മക്കളായ വിജ്ഞാനങ്ങളോടുകൂടെ ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണ്ടതേ. പിതാവിന്റെ പരിശുദ്ധ റൂഹായ ദൈവമേ, സ്തുതിയും സ്തോത്രവും ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം ഗ്രഹിക്കുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിങ്കൽ മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപ്പാടിങ്കൽ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിരുകൊണ്ട് കബറിലുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാത് പ്രകാശവും തന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തന്റെ തിരുവിഷ്ടത്തിന്റെ ആജ്ഞത്താൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന മശിഹാതമ്പുരാന് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാത് പുനരുത്ഥാനവുമാകുന്നു. മഹത്വമുള്ള പിതാവിന്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന റൂഹായുടെയും തിരുവശപ്രകാരം ഇല്ലായ്മയിൽ നിന്നാണ് ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നതിനായ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികയാൽ ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ മനുഷ്യനായി തീർന്നു. നിന്റെ മരണത്തിന്റെ അധികാരത്തെ നീ മായിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തുന്നതിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവരുമായ കർത്താവേ, ശവസംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാത്തവണ്ണം ഒന്നായി തീരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും നിന്റെ മുഖപ്രകാശം കൊണ്ട് പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തിലും പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാരനായ നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ ബിംബപ്പെടുകയും നിന്റെ വരവെങ്കിൽ പാതാള ബന്ധത്തിൽ നിന്ന് പൊടിയിൽ നിന്ന് ഉയർത്തി നിൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന്റെ തേജസ്സിനാൽ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ദൈവം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്ക് തിരുപിതാവിന്റെ പരിശുദ്ധ റൂഹായിയും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ. ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ സാദൃശ്യത്തിൽ നിർമ്മിതരാം ഞങ്ങൾ നരകാഗ്നിയിൽ വായിൽ ഇരയായിടരുതേ. ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും. ോ
ദൈവമായ കർത്താവിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്ന ഈ പിതാവിനെ യാത്രയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ പിതാവിനെ കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നവരാ ഞങ്ങളെ പ്രത്യേകമായി ഈ പിതാവിന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യരെ ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ പിതാവും അവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊണ്ടിരുന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും യോഗ്യതരായി തീരുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. യുഗത്തിലും വാനത്തിലും നീ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കുന്നപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ലോകവും ലോകത്തിൽ പാർത്തിടുന്നോർക്കും ലോകധനം ലൗകികർക്കും വിട്ടിരിക്കുന്നു എന്നേക്കുമായി. മനുഷ്യരാജൻ പെട്ടെന്നു വെളിപ്പെടുന്നു ഘോഷത്തോടെ. തന്റെ കൂടെ തൻ സൈന്യവും ആഗമിക്കുന്നു സോദരരെ. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്ക് തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകുന്നവനും. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. കാതലാകും ദൈവത്തിനു മഹത്വവും തൻസുതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും എന്നേക്കും. ആമേൻ ആമേൻ. തന്റെ സിംഹാസനത്തിലിരിക്കുന്നു. ആദാമിൻ സന്താനങ്ങൾ തന്റെ മുൻപാകെ ഒന്നിച്ചു കൂടുകയും സർവഭൂമിയുടെ വരച്ചു മുതൽ വച്ചേഷം വരെയുള്ള സർവവംശങ്ങളും കാണപ്പെടുകയും ചെയ്യുന്നു. രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് ഉൾപ്രവേശിച്ച് ജീവനെ അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് കൽപ്പിക്കുന്നു. അവിടെ ഇടതുഭാഗത്തുള്ളവർ വരുത്തിയിടണമേ. അതാം തന്റെ സകലസ്ഥാനങ്ങൾക്ക് മരണത്തിന്റെ കാസത്ര കൈക്കൊള്ളാം. അതാവുടെ സകലസ്ഥാനങ്ങളും കുടിപ്പാടുന്നതിലേക്ക് അതിനെ പുറത്തിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ്ലീഹ പറയുന്നതിനെ കേൾപ്പിൻ. ഭാഗ്യവാനായ പൗലോസ്ലീഹ തെസ്സലോനിക്കയിൽ റോമാലേഖനം 4-ാം അധ്യായത്തിൽ നിന്നോ എന്നാൽ എന്റെ സഹോദരനെ നിന്നോടുള്ളവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ ദൈവം യേശുവിനെ കൊണ്ടുവരെ അങ്ങനെ തന്നെ അവരോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ ഒരു ജീവനോട് ശേഷിക്കുന്നവരായി നാം ഇതിലോട്ടുള്ളവരെ മുൻപിടില്ല എന്നുള്ള ഇതിനെ കർത്താവിനെതിർത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ കൽപ്പനയോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുന്നു. മശിഹായിൽ
ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോട് ഒരുമിച്ച് മേഘങ്ങൾ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുന്നവരായിരിക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ സഹോദരരെ, നമ്മളകത്തോടും ഭയത്തോടും മടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേ വിശുദ്ധായ ദൈവത്തിന്റെ ജീവനുള്ളവരുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമാണ് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. ശരീരമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടി കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശു വരുന്നത് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവരാൽ ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവൾ അവനോട്, ഉവ്വ് കർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജനത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനുമായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുരിയലായിസോൻ എന്ന് ചൊല്ലണം. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. എല്ലാവർക്കും അവരോട് ഇരിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ഡോക്ടർ ജയൻ തോമസ് അച്ഛൻ ഈ കുടുംബത്തിന്റെ ഭാഗം കൂടിയാണ്. അച്ഛനോട് പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ഇടവങ്ങളായി ദുരിതോടുള്ള സ്നേഹത്തിൽ അടുത്തു വന്നിരിക്കുന്ന ഇവിടെ ബ്രാഹ്മണനോടും ഇവിടെ വിനു തോമസ് അച്ഛനോടുള്ള സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ കുടുംബത്തിന്റെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് പ്രിയപ്പെട്ട മകൻ നാത്തി വർഗീസ് അച്ഛനെ ക്ഷണിക്കുന്നു.
എൻ്റെ പിതാവിൻ്റെ യോഗത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിച്ച അതുപോലെ ഞങ്ങളെ സമാധാനം ഇടവകയിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും കഥാവൈശ്വരനാമത്തിലുള്ള നന്ദിയെ അറിയിക്കുകയാണ്. ഒരു കുടുംബം എന്ന് പറഞ്ഞു നിങ്ങൾ ഞാൻ ചുരക്കയിൽ നിന്ന് ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ ഇടവകയിലെ എല്ലാ വ്യക്തി ജീവിതങ്ങളോടുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. എൻ്റെ പിതാവിനെ പറ്റി ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ നന്ദി വാക്കിലേക്ക് കിടക്കാം. എൻ്റെ മാതാവ് നടന്നു വരുന്നത് നിങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടത്. എന്നാൽ മാതാവ് ഇത്രയെങ്കിലും നടക്കുവാനുള്ള പിതാവാണെന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ എൻ്റെ പിതാവിനെ സുഖമുള്ളതെന്ന് ഞാൻ വെക്കേഷൻ സമയത്ത് കടന്നു വരും. എന്നാൽ എൻ്റെ കൈയായി എൻ്റെ കണ്ണുകളായി എൻ്റെ സിസ്റ്റർ എൻ്റെ പിതാവിന് എന്താണ് എൻ്റെ പിതാവിന് ആവശ്യം ഒരു മിനിറ്റ് പോലും താമസിക്കാതെ തനിക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്യുവാൻ എൻ്റെ സിസ്റ്റർക്ക് കഴിയുമെന്നുള്ളത് എൻ്റെ അഭിമാനത്തോടെ പറയുന്നു. ജനനമെന്നും മനുഷ്യനും നമുക്ക് സന്തോഷത്തിന് മരണമെന്നും മനുഷ്യനല്ല ശരിക്കും മറ്റുള്ളവരെ സമാധാനിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളെ വിട്ട് കടന്നു പോകുമ്പോൾ അതിൻ്റെ ആവേദന ആഴം സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് അച്ഛൻ എൻ്റെ പരിചയപ്പെട്ടത് ഫാദറിന് കുർബാന തലേദിവസം വന്ന് പിതാവോട് സംസാരിക്കുമ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വാക്യത്തിൽ അച്ഛനാണെന്ന് എൻ്റെ പിതാവ് പറയുവാനായിട്ട് സാധിച്ചു. വ്യത്യസ്തമച്ഛൻ പിതാവിനോട് ചേർന്ന് സംസാരിക്കുവാൻ സാധിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ എൻ്റെ പിതാവിനെ ചേർത്ത് നിർത്തിയ എല്ലാ കാര്യങ്ങളിലും പിതാവിനെ ചേർത്ത് നിർത്തിയ അച്ഛനോടുള്ള നന്ദി സ്നേഹവും കടപ്പാടും കുടുംബത്തിൻ്റെ പേരിൽ ഈ തരണത്തിൽ അറിയിക്കാം. അതുപോലെ തന്നെ അച്ഛൻ പ്രദേശത്ത് വന്ന് ആ ശുശ്രൂഷയുടെ മെയിൻ ഭാഗമായി നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കുവാനും ചേർത്ത് നിർത്തുവാനും നമുക്ക് സാധിച്ചു. അച്ഛനോട് നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഞങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ അച്ഛൻ തോമസ് അച്ഛൻ ഈ ശുശ്രൂഷയാൽ അംഗീകരിക്കുവാൻ ഇടയാക്കിയല്ലോ അവരുടെ രണ്ടുപേരുമുള്ള വലിയ ശ്രേഷ്ഠമായുള്ള നന്ദി സ്നേഹവും ഈ തലത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ നിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ പാസ്റ്റേഴ്സ് അവരെ അനുശോചനം അറിയിച്ചു. അവരെല്ലാവരുമുള്ള നന്ദി സ്നേഹവും ഒറ്റ വാക്കിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇടവകയിലെ ചുമതലക്കാർ, സെക്രട്ടറി, ട്രസ്റ്റി, കമ്മിറ്റി എല്ലാവരുമുള്ള നന്ദി സ്നേഹവും ഞാൻ കടത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയുകയാണ്. ഒരുപക്ഷെ എൻ്റെ പിതാവിന് വയ്യ എന്ന് പറയുമ്പോൾ ചെറുനാട് പ്രദേശത്ത് പോകാനായിട്ട് സമയമൊക്കെ എന്നാൽ എൻ്റെ സിസ്റ്റർ കൂടുന്ന തേജി ചുരക്കര എൻ്റെ പിതാവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുമെന്ന് തന്നെ ആ ചർച്ചയിൽ ഒരു കൂട്ടമാല പറയുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാൻ അതിന് നേതൃത്വം കൊടുക്കുന്ന രാജൻ പാസ്റ്റർ അദ്ദേഹം നമ്മളോട് അനുശോചനം അറിയിച്ചപ്പോൾ അദ്ദേഹം ഈ ചർച്ചിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന രാജൻ പാസ്റ്ററോടുള്ള നന്ദി സ്നേഹവും ഈ തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ആദ്യം നമ്മൾ മുംബൈ ഹോസ്പിറ്റലായിരുന്നു. അതുപോലെ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലോട് കാര്യം മാറ്റി അവിടെ നമ്മൾ നേരെ മൊത്തം കാര്യം സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്.
അവരുടെ സ്നേഹം, അവരുടെ നേഴ്സുമാർ, ഡോക്ടേഴ്സ്, ഞങ്ങളെ സ്നേഹിച്ച കരുതിയ എല്ലാവരും ഉണ്ടാകും നന്ദി സ്നേഹവും ഈ തരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം ചെറിയ നാട് ഈ ചർച്ചയുള്ള എല്ലാ വ്യക്തിജീവിതങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഈ തരത്തിൽ അറിയിക്കുന്നു. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നേ. ഉയർപ്പും ജീവനും നീയാകയാലേ അവരോടുകൂടെ സ്തുതി പാടുങ്ങൾ. നിനക്കും വിശുദ്ധായിക്കും എന്നേക്കും സ്തോത്രം. എന്തു ഖേദം ഈ കാഴ്ച അതിദുഃഖം. ചിന്തയിലേറ്റം ബന്ധുരുവം സോദരരെ. എന്തിങ്ങനെ മർത്യകുലം മൃത്യുവാനുഭവിച്ചിടുന്നു. ചന്തമേറോ മേനിയാകെ ചീഞ്ഞഴിഞ്ഞു ദ്രവിച്ചിടുന്നു. ഓ മാനിച്ചവനെ മണ്ണിലെ കയങ്ങുന്നു. സ്നേഹിച്ചവനെ ശോകത്തോടടുക്കുന്നു. സ്നേഹിതർ ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു. ഊഴിക്കും പുഴുവേനോ ഇരയാവാനടയ്ക്കുന്നു. നാഥ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്ക് താതരിക സന്തോഷം മോക്ഷവും. എന്നേക്കും ഞങ്ങൾ നിന്നെ തിരുമുമ്പിൽ ആനന്ദിച്ചാലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുക. യേശു നിനക്കായി ക്രൂശിന്മേൽ
മരിച്ചതുക ഈശൻ നിന്റെ മരണത്തെ ജയിച്ചവൻ താൻ നാശകന്റെ തല ചതച്ചോ നമ്മയെല്ലാം ഉദ്ധരിച്ചോ വിശ്വാസികൾക്കവൻ പ്രത്യാശയുണ്ടാക്കി യേശു നിനക്കായി വാനത്തിങ്കലേറി താതൻ മുൻപിൽ പ്രാർത്ഥന അണച്ചിടുന്നു വരുവോൻ വേഗം വരുമേ താമസയില്ലേതും ആയവനെ കേരമൊഴി ചാനന്ദം നൽകിടും മാർഗ്ഗരുടെ നാളുകൾ പുല്ലിനും വെള്ളത്തിലെ കുമളയ്ക്കും തുല്യമെന്നും ചേർത്തു ചൊല്ലി തിരുവേദം ഓർത്തുകൊള്ളേ സത്യമിത് പാർത്തലത്തിൽ നിത്യമായി പാർത്തിടമെന്നോർക്കരുതേ എത്ര ജ്ഞാനിയോ എത്ര അജ്ഞാനിയോ എത്ര ശക്തനും എത്ര അശക്തനും ഏവരെയും ഒരുപോലെ ഭീതിയേറും ഈ മരണം ആദാം തൊട്ടിതുവരെയും ഭൂതലത്തിൽ വാണിടുന്നു സ്നേഹം നിറഞ്ഞ യേശുവേ നിൻ ആഗമനം ദാഹത്തോടെ കാത്തിരിക്കുന്നു ഞങ്ങൾ ലോകത്തിൽ ഞങ്ങളെ ദോഷമന്യേ കാത്ത് ഖേദമുള്ളോരെ നീ മോദിപ്പിച്ചിടണമേ നാഥ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്ക് കാത തരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുന്നിൽ ആനന്ദേ ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക. മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തൂക്കപ്പെട്ടിരിക്കുന്ന നിലവറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരമല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എൻ്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പോഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ കളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്?
ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആഴ് പോലെ മാഞ്ഞു പോകുന്നവയാകുന്നു എന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്ത് വാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കുക. ദുഃഖമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവരെ നിനക്ക് സ്തുതി. സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. യേശുവേ, നിന്റെ അനുഗ്രഹങ്ങളെ വാതിൽ ഞങ്ങളെ അടച്ചു കളയരുതേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുക. നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ധാരാളമായ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷയെ കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായം നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും ദൈവികമായതിൻ്റെ സാധനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവായ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു.
ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങുമെന്ന് സംബന്ധിച്ചുള്ള നിങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിൽ മുൻപാകെ കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. സംസ്കാര ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. കാണാമേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നാമോർക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം